തപസ്യ കലാസാഹിത്യവേദിയുടെ സംസ്ഥാന പഠന ശിബിരത്തിന് തുടക്കമായി. കൊല്ലം പുതിയകാവ് സെൻട്രൽ സ്കൂളിൽ നടക്കുന്ന പരിപാടി ചലച്ചിത്ര നടനും നാടക സംവിധായകനുമായ E.A. രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ വീണ്ടെടുക്കാനുള്ള ദൗത്യം തപസ്യ ഏറ്റെടുക്കണമെന്ന് E.A. രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കാർഷിക സംസ്കാരം അന്യമാകുന്ന കേരളത്തെ വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വം തപസ്യ ഏറ്റെടുക്കണമെന്ന ചലച്ചിത്ര നടനും നാടക സംവിധായകനുമായ E.A. രാജേന്ദ്രൻ പറഞ്ഞു. തപസ്യയുടെ സംസ്ഥാന പഠന ശിബിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബ ബന്ധങ്ങൾ തകരുന്ന സംസ്ഥാനമായി കേരളം മാറി. കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നു. അടിസ്ഥാനപരമായി കാർഷിക ചിന്തകൾ ഇല്ലാത്തതാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ നടക്കുന്ന സ്ഥലം നമ്മുടെ കൊച്ചു കേരളമാണ്. എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കേരളത്തിലെ 30% കുറ്റകൃത്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. എന്താണ്? അടിസ്ഥാനപരമായ കാർഷിക ചിന്തകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ബംഗ്ലാദേശിൽ നടക്കുന്ന വംശഹത്യയിൽ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞ രാജേന്ദ്രൻ വിദേശ രാജ്യങ്ങളിൽ ഭാരതീയർക്ക് ലഭിക്കുന്ന പരിഗണന നരേന്ദ്രമോദിയുടെ ഭരണ നൈപുണ്യത്തിന്റെ മികവാണെന്നും വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു അധികാര കൈമാറ്റമല്ല. അസ്വസ്ഥരായ ആളുകൾക്ക് പുറത്തേക്ക് അവർ കാണിച്ചതാണ്. ചെറുപ്പക്കാരാണ് നേരിടുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. പക്ഷെ അങ്ങനെ സംഭവം നടന്നു. അത് നമ്മുടെ ഒരു ഭാഗമായ സ്ഥലത്താണ് അത് നടന്നത്. നമ്മൾ ഇന്ത്യക്കാര് ആണ് എന്നുള്ള കാര്യത്തിൽ ആദ്യം നമ്മൾക്ക് അഭിമാനം വേണം. അത് ഈ അടുത്ത കാലത്താണ് നമുക്ക് അങ്ങനെ ഒരു അഭിമാനം ഉണ്ടാക്കിയത്. അതിൽ ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഞാൻ തപസ്യ സംസ്ഥാന കാര്യാധ്യക്ഷൻ പ്രൊഫസർ P.G. ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തപസ്യയുടെ അംഗത്വം E.A. രാജേന്ദ്രൻ ഏറ്റുവാങ്ങി. പൊതുകാര്യദർശി K.T. രാമചന്ദ്രൻ, ഉപാധ്യക്ഷൻ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര സംവിധായകൻ രഞ്ജിലാൽ ദാമോദരൻ, സംസ്കാർ ഭാരതി കേന്ദ്ര സമിതി അംഗം K. ലക്ഷ്മിനാരായണൻ, തപസ്യ സംസ്ഥാന ഉപാധ്യക്ഷൻ S. രാജൻ ബാബു, സംസ്ഥാന സെക്രട്ടറി R. അജയകുമാർ എന്നിവർ സംസാരിച്ചു. ജനം, കൊല്ലം.